നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ഗുരുതര വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉറപ്പെല്ലാം വെറുതെ. കുഞ്ഞിന്റെ ആരോഗ്യ പരിശോധനകൾക്ക് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് പണം ഈടാക്കുകയാണ്. 250 രൂപ വീതം 2 തവണയാണ് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് പണം ഈടാക്കിയത്. സൗജന്യ ചികിത്സ നൽകുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതൊന്നും ആരോഗ്യവകുപ്പിൽ ആരും അറിഞ്ഞില്ല. ഗർഭകാലത്ത് കൃത്യമായി പരിശോധന നടത്താത്ത ഡോക്ടർമാർക്കെതിരെ നടപടിയും എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്ന് വിശദീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. എന്നാൽ സ്വകാര്യ ലാബുകൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. അസാധാരണ രൂപത്തിൽ പിറന്ന കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുക്കാതെയാണ് ആരോഗ്യവകുപ്പ് നീങ്ങുന്നത്. കുഞ്ഞിന്റെ തൈറോയ്ഡ് പരിശോധനയ്ക്ക് പണം വാങ്ങിയെന്ന് പിതാവ് കുറ്റപ്പെടുത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിങ്കളാഴ്ചയായിരുന്നു തൈറോയ്ഡ് പരിശോധന. അമ്മയും കുഞ്ഞും പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യം പോലും നിഷേധിച്ചെന്നാണ് പരാതി. കുഞ്ഞിന് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്ന് സംഭവം വിവാദമായപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതരും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയതാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ നിന്ന് തുടർ ചികിത്സ സംബന്ധിച്ച നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ ഉദ്യോഗസ്ഥരും കുഞ്ഞിന്റെ പിതാവിനെ അറിയിച്ചിട്ടുള്ളത്. ടാക്സി ഓടിച്ച് കുടുംബം പുലർത്തുന്ന കുട്ടിയുടെ അച്ഛൻ അനീഷിന് ഒരു ദിവസം മാത്രമാണ് ജോലിക്ക് പോകാൻ സാധിച്ചത്. കുട്ടിയുടെ ചികിത്സയ്ക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. കുഞ്ഞിന് വേണ്ട ആരോഗ്യ പരിശോധനകളും ചികിത്സകളും സർക്കാർ മെഡിക്കൽ കോളേജിനോ സ്വകാര്യ ആശുപത്രിയിലോ ചെയ്യുന്നതിന് സഹായം ഉറപ്പു നൽകുന്നതും ചെയ്തിരുന്നതാണ്. എന്നിട്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പണം ഈടാക്കിയത് കുടുംബത്തിന്റെ ഞെട്ടലായി. 7 തവണ സ്കാൻ ചെയ്തിട്ടും കുട്ടിക്ക് വൈകല്യമുണ്ട് എന്ന് കണ്ടെത്താനായില്ല. സർക്കാർ അവഗണനകൾക്കെതിരെ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബം. കണ്ണിനും കാലിനും ജനനേന്ദ്രിയത്തിനുമൊക്കെ വൈകല്യത്തോടെയായിരുന്നു കുഞ്ഞ് ജനിച്ചത്. വിഷയത്തിൽ കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം എങ്ങും എത്തുകയും ചെയ്തില്ല. ഗർഭകാലത്ത് പരിചരണത്തിലും ചികിത്സയിലുമുണ്ടായ പിഴവാണ് കുട്ടിക്ക് ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. സംഭവം വലിയ വിവാദമായതോടെ സർക്കാർ ഇടപെട്ടു. കുട്ടിയുടെ തുടർ ചികിത്സയെല്ലാം സൗജന്യമായിരിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുഞ്ഞിനെ വിവിധ പരിശോധനകൾക്ക് എത്തിച്ചപ്പോൾ പണം ഈടാക്കിയെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ആലപ്പുഴ ലജനത്ത് വാർഡിൽ താമസിക്കുന്ന അനീഷ് മുഹമ്മദിന്റെയും സുറുമിയുടെയും 3ാമത്തെ കുഞ്ഞിനാണ് ജന്മനാൽ ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടായത്. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടി വൈകുന്നെന്നും കുടുംബത്തിന് പരാതിയുണ്ട്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ ചികിത്സാരേഖകൾ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടെങ്കിലും ഇല്ലെന്നായിരുന്നു കടപ്പുറം ആശുപത്രിയുടെ മറുപടി. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയെ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ വേട്ടയാടുമ്പോൾ ആശങ്കയിലാകുന്നത് ഗർഭിണികളും കുടുംബങ്ങളുമാണ്. ഒരു മാസം ശരാശരി 200ഓളം പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രിയാണിത്. എന്നാൽ നിരവധി പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. ഒരേ ഡോക്ടറുടെ പേരിൽ നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്.